ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മനോജ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിപ്സിൻ്റെ കേടായ ട്രിമ്മർ എങ്ങനെ സ്വയം ശരിയാക്കാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇത് BT1212 എന്ന് പറഞ്ഞ ട്രിമ്മറാണ്. 5 വോൾട്ടല്ലേ ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സ്വിച്ച് സ്വിച്ച് മുകളിലോട്ടാകുമ്പോഴേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പവർ കണക്ട് ചെയ്തപ്പോഴും ഇങ്ങനെ പവറിൻ്റെ ഒരു LED ഉണ്ടല്ലോ ഈ ട്രിമ്മറിലുള്ള, അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തോ പവർ കണക്ട് ചെയ്യുന്ന സ്ഥലത്തും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഹെഡിങ്ങിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രിമ്മറാണ് കേട്ടോ. മുഴുവൻ മുടി അതിനകത്ത്. ഇതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ സ്ക്രൂ കാണുന്നുണ്ട്. വേറെ സ്ക്രൂ ഒന്നും മുകളിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റ് കണ്ടോ, ഇത് 6 പീസസ് പ്രിസിഷൻ സ്ക്രൂ ഡ്രൈവർ സെറ്റ് എന്നാണ് അതിൻ്റെ പേര്. കഴിഞ്ഞ മോണിറ്റർ റിപ്പയർ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ച ടൂൾ സെറ്റ് ഇതിന് അതിൽ സ്യൂട്ടാകുന്നില്ല. ഇതൊരു ചെറിയ സ്ക്രൂ ആണ്, എന്നിട്ടും ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഒരു രീതിയിലും കുറേ നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു, അഴിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇതുപോലെ ടൈറ്റായിരിക്കും നെട്ടും അല്ല തുരുമ്പ് പോലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൂസായിട്ട് അഴിഞ്ഞു വരാനായിട്ട് ബെസ്റ്റ് സംഗതിയാണ് ഈ WD-40 എന്ന് പറയുന്നത്. പെൻട്രേറ്റിംഗ് ഓയിലാണ്. WD-40 എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ പേരാണെന്നുള്ളൂ. അതുപോലെ തന്നെ വേറെ പല കമ്പനികൾ ഇറക്കുന്നുണ്ട് പെൻട്രേറ്റിംഗ് ഓയിൽ. അത് യൂസ് ചെയ്യാം. ഈ ബോട്ടിലിൻ്റെ വില 125 രൂപ. ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, 70 രൂപയ്ക്കൊക്കെ. ഇതിലും ചെറുതായിരിക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റി കുറവായിരിക്കും. കണ്ണിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഒന്ന് പ്രയോഗിച്ച് നോക്കാം. ഇപ്പോൾ അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. സർവ്വശക്തി എടുത്ത് പ്രയോഗിച്ചിട്ടേ അഴിയാൻ തുടങ്ങി കേട്ടോ. കുറച്ചുകൂടി ഈ പെൻട്രേറ്റിംഗ് ഓയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേഗം അഴിഞ്ഞു വരുന്ന കണ്ടില്ലേ, അതായി പെൻട്രേറ്റിംഗ് ഓയിലിൻ്റെ ഗുണം. ഈ സൈഡിലേതെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക വേണ്ടത്. ഇപ്പം ഫ്രൈ ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടൂളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഇലക്ട്രോണിക്സ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊന്നും എൻ്റെ കയ്യിലില്ല. തൽക്കാലം നഖമൊക്കെ ഉപയോഗിച്ച് നോക്കാം. ഇനി ഈ മുകളിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ട് തള്ളി നമുക്ക് ഒരു ഓപ്പണിംഗ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സമ്മാനം കിട്ടി കേട്ടോ. ഇതേ കിടക്കുന്ന കണ്ട ആ സ്ക്രൂ ഡ്രൈവർ തന്നെയോ ഒന്ന് കുത്തി കയറിയത്. നല്ല സുഖമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയൊന്നും ഓപ്പൺ ആകുന്ന ലക്ഷണം കാണുന്നില്ല. ഭയങ്കര കട്ടിയില്ല കേട്ടോ അവർ ഫിലിപ്സ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര ബലം. ഒരു വിധത്തിൽ എൻ്റെ ടോപ്പ് പൊക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സൈഡൊക്കെ ഒന്നും പൊട്ടാതെ ക്ലീനായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. നടക്കുന്ന ലക്ഷണമില്ല. ഇനി ഡെബിറ്റ് കാർഡ് ഒന്ന് കയറ്റി ആ പ്ലാസ്റ്റിക് ഫ്രൈ ചെയ്യുന്ന ടൂളില്ലേ, അതിന് പകരം ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെയാണ് തുറന്നു വരുമെന്ന് നോക്കാം. ഡെബിറ്റ് കാർഡ് വളഞ്ഞു പോയതല്ലാതെ ഇത് തുറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി ഈ ഫ്ലാറ്റായിരിക്കുന്ന സ്കെയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ആ സെൻറ്ററിലുള്ള ക്ലിപ്പ് ഉണ്ട് 2 സൈഡിലും, അതിലാണ് ഈ പിടുത്തം മുഴുവൻ ഇരിക്കുന്നത്. ഒരു വിധത്തിൽ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവൻ മുടിയാണ് കേട്ടോ. അതായത് ഈ സ്വിച്ചൊക്കെ സ്റ്റക്കാനായിട്ട് കാരണം. അതെല്ലാം ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ഈ ലെൻസ് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ ക്യാമറയിലൊക്കെ ലെൻസ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇയർബഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതായാലും ബെസ്റ്റ് സാധനമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാം സ്വിച്ച് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ DC 20-ലിടാം. എന്നിട്ട് ബാറ്ററി ഒന്ന് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ പവർ കണക്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. ബാറ്ററിയിൽ തീരെ പവർ കുറച്ചാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിയുടെ ചുവടുവശം കണ്ടില്ലേ, ഇതിലൊക്കെ ലീക്കിങ് വന്നിട്ടുണ്ട്. ബാറ്ററി ഡെഡാന്ന് തോന്നുന്നു. ഇനി നമുക്ക് 5 വോൾട്ട് കണക്ട് ചെയ്തിട്ട് ബോർഡിൽ പവർ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ബോർഡിൽ പവർ കാണിക്കുന്നുണ്ട്, 4 പോയിൻറ്റ് സംതിങ് കാണിക്കുന്നുണ്ട്.
നമുക്കിനി മൾട്ടിമീറ്ററെ കണ്ടിന്യൂറ്റി മോഡിലിടാം. എന്നിട്ട് സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പം ബീപ്പ് കേൾക്കരുത്. സ്വിച്ച് ഓണായി കഴിയുമ്പോൾ രണ്ട് സൈഡിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ സ്വിച്ച് നല്ലതാണ് എന്ന് വിചാരിക്കാം. ഇനി എൻ്റെ കയ്യിൽ ഒരു സെപ്പറേറ്റ് മൊബൈൽ ചാർജിങ് കേബിൾ ഇരിപ്പുണ്ട്. അപ്പം 5 വോൾട്ടിൻ്റെ അത് ഉപയോഗിച്ചെന്ന് അതിൻ്റെ അറ്റത്തെ ടെർമിനലിൻ്റെ ഇത് കളഞ്ഞ് ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഞാനിതിൽ ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ വർക്കിംഗ് ആണ്. വർക്കിംഗ് സൗണ്ട് കേൾക്കാൻ സാധിച്ചു. നന്നായിട്ട് മോട്ടർ കറങ്ങുന്നുണ്ട്. മോട്ടറിൻ്റെ ഭാഗത്ത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പവർ അങ്ങോട്ട് വരുന്നില്ലെന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാറ്ററി പോക്കാം ഉറപ്പിച്ചു. ബാറ്ററി മാറ്റി വെച്ചേക്കാന്ന് വെച്ചാൽ ആമസോണിൽ ബാറ്ററി തപ്പി നോക്കിയപ്പം ഇത് നമ്മുടെ ക്യാമറയ്ക്കകത്തൊക്കെ വരുന്ന 400 mAh ഒരു ബാറ്ററി ഉണ്ടല്ലോ, AAA അതാണ്. അത് 2 എണ്ണമായിട്ടേ കിട്ടത്തുള്ളൂ. 2 എണ്ണം ആകുമ്പോൾ അത് 300 രൂപയാവും. ഈ ട്രിമ്മറിന് വില ആമസോണിൽ 700 രൂപയ്ക്ക് കിടപ്പുണ്ട്. പിന്നെ ബാറ്ററി മാറുന്നതിൻ്റെ കാര്യം പുതിയ മേടിച്ചാൽ പോരെ. പിന്നെ ഒരു പണി ചെയ്യാം, ഇത് ഞാൻ ത്രൂ ചെയ്ത് കൊടുക്കാൻ പോകും. ഇങ്ങനെ നമ്മൾ ത്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പവറിൽ കുത്തി യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ബാറ്ററി മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പവർ കുത്തി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അപ്പം പവർ കുത്തി വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് ആക്കി കൊടുക്കരുത്. അപ്പോൾ പിന്നെ ബാറ്ററിയുടെ ആവശ്യമില്ല. അതിനായിട്ടൊരു ജമ്പർ കേബിൾ എടുത്തിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പം സ്വിച്ചിൻ്റെ ബാക്കിൽ നിന്ന് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്വിച്ചിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് കൊടുത്ത് നോക്കാം. സ്വിച്ചിൻ്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്താൽ മാത്രമേ സ്വിച്ച് വർക്ക് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ സ്വിച്ചിനെ ബൈപ്പാസ് ചെയ്ത പോലെ പോകും. അതിനായിട്ട് ഒരു പഴയൊരു വയർ എടുത്തിട്ട് ടോർച്ചിൻ്റെ ഒരു പീസുണ്ട്, കട്ട് ചെയ്ത് അതിൻ്റെ 2 എഡ്ജും ക്ലീൻ ചെയ്ത് നമുക്ക് സോൾഡറിങ്ങിൻ്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം 2 ടെർമിനലും. എന്നിട്ട് ആ സോൾഡർ ചെയ്യേണ്ട സ്ഥലത്തും പേസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. സോൾഡറിങ് പേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോൾഡറിങ് പേസ്റ്റ് എന്ന് പറഞ്ഞ് ഫ്ലക്സ് ആണ് സാധനം. എല്ലാത്തിൻ്റെ ഒരുമിച്ച് പറയുന്നത് ഫ്ലക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഫ്ലക്സ് തന്നെ പല രീതിയിലുള്ളതുണ്ട്. ഒരു 4-5 ടൈപ്പ് ഉണ്ട് കേട്ടോ, ലിക്വിഡും. ഇപ്പം ഞാൻ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ സോൾഡർ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നല്ല ഈ സോൾഡർ ചെയ്ത് ഈ സ്വിച്ചിൻ്റെ ഇടത് സൈഡിൽ വേണം നമുക്ക് കണക്ട് ചെയ്യാൻ കേട്ടോ. എന്ന് വെച്ചാൽ ബോർഡിൽ നിന്ന് വരുന്ന കറണ്ട് സ്വിച്ച് കൂടി കയറി ഇറങ്ങുന്ന സ്ഥലത്ത് വേണം കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ സ്വിച്ചിന് അവിടെ പ്രാധാന്യമില്ല, സ്വിച്ചിനെ ബൈപ്പാസ് ചെയ്ത് പോവും. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് 25 വാട്ടിൻ്റെ സോൾഡറിങ് ആണ്. വളരെ ലൈറ്റായിട്ടുള്ള സോൾഡറിങ് എനിക്ക് ഇത് ധാരാളം മതി. ഇനിയിപ്പോൾ ആ നേരത്തെ എടുത്ത് ജമ്പർ വയറിൻ്റെ 2 സൈഡിൽ നമുക്ക് ആ സോൾഡറിങ്ങിൻ്റെ ലെഡൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ച് കൊടുക്കാം. പിന്നെ ആ സോൾഡറിങ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോൾഡറിങ് പിടിക്കാൻ ഇപ്പോൾ ആ ജമ്പർ വയറിൻ്റെ സോൾഡറിങ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തട്ടിയിട്ടൊന്നും പോകുന്നില്ല. ഇനി നമുക്ക് 5 വോൾട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രിമ്മർ വർക്ക് ചെയ്യുന്നുണ്ട്. സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേഗം പഴയ പോലെ തിരിച്ച് സെറ്റാക്കി വെച്ചേക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. 5 വോൾട്ട് കണക്ട് ചെയ്തപ്പോൾ. പിന്നെ ഇതിൻ്റെ ഹെഡിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഡ്രിമ്മറിൻ്റെ ഹെഡിന് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ചെറുതായിട്ട് തേച്ച് കൊടുത്താൽ മതി. തേയ്മാനം കൊണ്ടാണ് ഇപ്പോൾ ഇത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തപ്പോഴേ വർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.